നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ അല്ലേ നമ്മുടെ എക്സൈസ് ഓഫീസറിന്റെ മൂന്നാമത്തെ ക്ലാസ് ആണ്. അപ്പോൾ ഒന്നും രണ്ടും ക്ലാസ്സുകൾ നിങ്ങൾ കണ്ടു എന്ന് വിശ്വസിക്കുന്നു. കാണാത്തവരുണ്ടെങ്കിൽ അത് ആദ്യം കണ്ട ശേഷം ഇത് കാണുക കേട്ടോ. ഒരു ഓർഡറിൽ പോവുക. പിന്നെ ഇതുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ പല ആൾക്കാരും സിലബസിനെ പറ്റി ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, മാറ്റം ഉണ്ടാവോ ഇല്ലയെന്നൊക്കെ. അപ്പം എന്ത് ചെയ്യുക, നമുക്ക് ഇന്നത്തെ ഒരു ക്ലാസ്സോട് കൂടിയിട്ട് അബ്കാരി ആക്ട് ഏകദേശം തീരും. അതിൽ പിന്നെ പഠിപ്പിക്കാനുള്ളത് നമ്മുടെ ക്രൈംസുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അത് നമുക്ക് സിലബസ് അടുത്ത മാസമൊക്കെ ആയിട്ടാവും വരിക. അപ്പോൾ ആ സിലബസ് വന്ന ശേഷം അത് പഠിപ്പിക്കാനാണ് വിചാരിക്കുന്നത്. എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ അതിലൊക്കെയോ മാറ്റം ഉണ്ടാവാൻ സാധ്യത. ഓക്കെ, അപ്പോൾ സിലബസ് വന്നാലും വന്നിട്ടില്ലെങ്കിലും എന്താണ് മാറ്റം ഇല്ലാത്ത കുറേ ഭാഗങ്ങളുണ്ട്. അപ്പോൾ അത് എന്ത് ചെയ്യാം, അതൊക്കെ നമുക്ക് ആദ്യം പഠിച്ചു പോവാം. ഇനി മാറ്റമുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യാം, നമുക്ക് ലാസ്റ്റിലേക്ക് മാറ്റി വെക്കാം. സമയമുണ്ടല്ലോ, നമുക്ക് മെയ്ക്ക് ശേഷമാണ് എക്സാം ഉള്ളത്. എന്തായാലും അതിന് മുന്നേ രണ്ട് മൂന്ന് മാസം മുന്നേ നമുക്ക് സിലബസ് എന്തായാലും വരും. അപ്പോൾ അതിന് ശേഷം എന്ത് ചെയ്യാം, മാറ്റമുള്ള ഭാഗങ്ങൾ ആ സമയത്ത് പഠിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ മാറ്റം ഇല്ലാത്ത കാര്യങ്ങൾ എന്ത് ചെയ്യുക, ആദ്യം പഠിച്ചെടുക്കുക. ഓക്കെ, ഇനി സിലബസിന് വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് നമ്മുടെ കയ്യിൽ സമയം, പിന്നെ അത് പഠിക്കാനുള്ള സമയം ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ എന്ത് ചെയ്യാം, നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം. ഓക്കെ, ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ക്ലാസ്സിലോട്ട് കിടക്കാം അല്ലേ. അപ്പം നമുക്ക് അല്ലേ 2 ക്ലാസ് ആയിട്ട് പഠിച്ച കാര്യങ്ങളൊന്ന് റിവൈസ് ചെയ്യാമല്ലോ അല്ലേ. എല്ലാവരും നന്നായിട്ട് പഠിക്കുന്നില്ലേ? നിങ്ങളുടെ കമൻ്റ് ഒക്കെ കാണുന്നുണ്ട്. വളരെ സന്തോഷം. എല്ലാവർക്കും നന്നായിട്ട് മനസ്സിലാവുന്നുണ്ടെന്നൊക്കെ പറയുന്നതിൽ വളരെ സന്തോഷം കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തേ ഇതിൻ്റെ കൂടെ തന്നെ പഠിച്ചു പോവുക. കൃത്യമായിട്ട് എടുക്കുന്ന കാര്യങ്ങൾ നന്നായിട്ട് പഠിച്ചു പോകട്ടോ. നിങ്ങൾക്ക് വീണ്ടും വീണ്ടും ഒന്ന് റിവൈസ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഓരോ ക്ലാസ്സിൻ്റെയും ഫസ്റ്റിൽ ഞാൻ അതൊരു റിവിഷൻ പോലെ എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ അല്ലേ നമ്മൾ ഫസ്റ്റ് ആയിട്ട് തുടങ്ങിയത് ഏതായിരുന്നു? അബ്കാരി ആക്ട് അല്ലേ. അബ്കാരി ആക്ട് എന്നാണ്? അബ്കാരി ആക്ട് വൺ ഓഫ് എന്താണ്? 1077 അല്ലേ. എല്ലാവർക്കും അറിയില്ലല്ലേ 1077 എന്നാണല്ലേ ആ ഒരു അബ്കാരി ആക്ട് അറിയപ്പെടുന്നത്. അബ്കാരി ആക്ട് 1077 അല്ലേ. ഏത് വർഷമാണ് പാസ്സായത്? ഏതാണ് ഓർമ്മയിൽ നിന്ന് എടുത്തേ? 1902 അല്ലേ. എന്നാണ്? ഓഗസ്റ്റ് 5. 1902 ഓഗസ്റ്റ് 5 അല്ലേ. എല്ലാവർക്കും അറിയില്ലേ ഡേറ്റ് അല്ലേ. ഡേറ്റും വർഷവും മാസവും ഒക്കെ കറക്റ്റ് പഠിച്ചു പോകണം കേട്ടോ. അപ്പോൾ 1902 ഓഗസ്റ്റ് 5 അല്ലേ കൊച്ചി രാജാവ് പാസ്സാക്കിയ ഒരു നിയമല്ലേ അബ്കാരി ആക്ട്. എന്തുകൊണ്ടാണ് 1077 എന്ന് പറയുന്നല്ലേ? കൊല്ലവർഷമാണ്. 1902 കൊല്ലവർഷം അറിയപ്പെടുന്നതാണ് 1077. പിന്നീട് പറഞ്ഞൂലേ 1967 മെയ് 11. എന്താണ് ആ ഡേറ്റിന്റെ പ്രത്യേകത? കേരള രൂപീകരണത്തിന് ശേഷമല്ലേ. തിരുവിതാംകൂറിലെയും അതുപോലെ കൊച്ചിയിലെയും മലബാറിലെയും നിലവിലുണ്ടായിരുന്ന അബ്കാരി നിയമങ്ങളെല്ലാം കൂടി ക്രോഡീകരിച്ച് കൊണ്ടുവന്നൊരു നിയമമാണ് അബ്കാരി ആക്ട് 1967 മെയ് 11 എന്ന് പറയുന്നത് അല്ലേ. ഓക്കെ, ഇതെല്ലാം ഡേറ്റും വർഷങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. പിന്നെ നമ്മൾ പ്രധാന സെക്ഷൻസുകൾ പറഞ്ഞു അല്ലേ. പ്രധാന സെക്ഷൻസ്, സെക്ഷൻ 6 എന്താണ്? വേഗം ഓർത്തെടുത്തേ. നിങ്ങൾ ഞാൻ പറയുന്നതിനോടൊപ്പം തന്നെ മൈൻഡിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കണം കേട്ടോ. അപ്പൊ 6 എന്താണ് അല്ലേ? ഇമ്പോർട്ടുമായി ബന്ധപ്പെട്ടാണല്ലേ. അതായത് ഇറക്കുമതി അല്ലേ. ഇറക്കുമതിയുമായി ബന്ധപ്പെട്ടല്ലേ. മദ്യവും മറ്റു ലഹരി പദാർത്ഥങ്ങളോ ഇറക്കുമതി ചെയ്യാൻ പാടില്ല എന്ന് പറയുന്ന അബ്കാരി ആക്ടിലെ വകുപ്പാണ് സെക്ഷൻ 6 എന്ന് പറയുന്നത് അല്ലേ. 7 എന്താണ്? ഇതിന്റെ ഓപ്പോസിറ്റ് അല്ലേ. ഇറക്കുമതി ആണെങ്കിൽ ഇത് കയറ്റുമതി അല്ലേ. സെക്ഷൻ 7 ആണ് കയറ്റുമതിയുമായി ബന്ധപ്പെട്ട സെക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി സെക്ഷൻ 8 എന്താണ് പറഞ്ഞത്? 8 എന്താണ്? ചാരായം അല്ലേ. ചാരായവുമായി ബന്ധപ്പെട്ട അതിന്റെ നിർമ്മാണം, അതുപോലെ വിൽപ്പന, കൈവശം വയ്ക്കൽ ഇതൊന്നും പാടില്ല എന്ന് പറയുന്ന സെക്ഷനാണ് സെക്ഷൻ 8. പല ആൾക്കാർക്കും ചിലപ്പോൾ മാറാം അല്ലെ. സെക്ഷൻ 8ഉം സെക്ഷൻ 3(8) തമ്മിൽ പരസ്പരം മാറരുത്. കാരണം നമ്മൾ വെറും 8 മാത്രമാണെങ്കിലാണ് ചാരായം അല്ലേ. എന്നാൽ സെക്ഷൻ 3(8) എന്ന് പറഞ്ഞാലേ സെക്ഷൻ 3 നമ്മൾ പറഞ്ഞൂലേ എല്ലാ സെക്ഷൻസ് 3യിൽ വരുന്നത് എന്താണ്? ഡെഫിനിഷനെ കുറിച്ചിട്ടാണ് പറയല്ലേ. അതായത് ഇപ്പൊ കള്ളൻ ഡിഫൈൻ ചെയ്യുന്ന സെക്ഷൻ അല്ലെങ്കിൽ ചാരായം ഡിഫൈൻ ചെയ്യുന്ന സെക്ഷൻ അല്ലേ. അതൊക്കെ പറയുമ്പോൾ 3യിൽ നിന്നാണ് തുടങ്ങുക. വെറും 8 എന്ന് പറയുന്നത് എന്താണ്? ചാരായവുമായി ബന്ധപ്പെട്ട് അതിന്റെ നിർമ്മാണം, കൈവശം വെക്കൽ, മറ്റു കാര്യങ്ങളൊക്കെയാണ്. അതൊന്നും പാടില്ല എന്ന് പറയുന്നതാണ് സെക്ഷൻ 8 എന്ന് പറയുന്നത്. ഓക്കെ, 3-8 എന്താണ്? കള്ള് അല്ലെ. കള്ളിനെ നിർവചിച്ചിരിക്കുന്ന സെക്ഷനാണ് 3-8 എന്ന് പറയുന്നത്. പരസ്പരം മാറരുത്, അതുകൊണ്ടാണ് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞിരുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞ സെക്ഷൻ ഏതാണ് അല്ലെ? 10 അല്ലെ. 10നെ പറ്റി അല്ല, അതിന് മുന്നേ നമ്മൾ 8-ൽ 1ഉം 8-ൽ 2ഉം പറഞ്ഞില്ലേ. 8-ൽ 1 എന്താണ് അല്ലെ? ഒരു വ്യക്തി പെർമിറ്റ് ഒന്നും ഇല്ലാതെ ഇങ്ങനെ മദ്യവും മറ്റു ലഹരി പദാർത്ഥങ്ങളൊക്കെ ചാരായം നിർമ്മിക്കുകയോ കൈവശം വയ്ക്കുകയോ അതിന്റെ വിൽപ്പന നടത്തുകയോ ചെയ്തു കഴിഞ്ഞാൽ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറയുന്ന സെക്ഷനാണ് 8-ൽ 1ഉം. 8-ൽ 2 ആണെങ്കിൽ എന്താണ്? 8-ൽ 2 ആണെങ്കിൽ അവർക്കുള്ള ശിക്ഷയാണ് അല്ലെ. ശിക്ഷ എന്തായിരുന്നു? നമ്മൾ പറഞ്ഞില്ലേ 10 വർഷമാണ്. 10 വർഷം തടവും അതുപോലെ 1 lakh അല്ലെ. 1 lakh പിഴയുമാണ് പറയുന്നത് അല്ലെ. പിന്നെന്താണ് സെക്ഷൻ 10 അല്ലെ. 10 എന്താ പറഞ്ഞു? 10 എന്താ പറഞ്ഞത്? ഓർത്തെടുത്തേ അല്ലെ. സെയിൽസ് ആണ് അല്ലെ. മദ്യവും മറ്റു ലഹരി പദാർത്ഥങ്ങളുടെയും സെയിൽസിലെ വിൽപ്പന നിരോധിക്കുന്നതുമായി ബന്ധപ്പെട്ട വകുപ്പാണ് സെക്ഷൻ 10 എന്ന് പറയുന്നത്. പിന്നെ ഏത് സെക്ഷനാണ് പറഞ്ഞത് നമ്മൾ അല്ലെ? 11 പറഞ്ഞു അല്ലെ. സെക്ഷൻ 11 എന്തിനെ കുറിച്ചിട്ടാണ്? 11 ഏതാണ്? പെർമിറ്റിനെ കുറിച്ചിട്ടാണ് അല്ലെ പറയുന്നത്. പെർമിറ്റിനെ കുറിച്ചിട്ട് പറയുന്നു. പിന്നെ എന്താണ്?
സെക്ഷൻ 15 15 എന്താണ്? 15 സോറി കേട്ടോ, പരസ്പരം ഒന്ന് മാറിയണല്ലോ അല്ലേ. സെയിൽസ് അല്ല 10. 10 എന്താണ്? മദ്യമോ മറ്റു ലഹരി പദാർത്ഥങ്ങളുടെയോ അല്ലേ പ്രത്യേക പെർമിഷനോട് കൂടിയിട്ട് കടത്തുന്നതുമായി ബന്ധപ്പെട്ട സെക്ഷനാണ് 10 കേട്ടോ. 15 സെയിൽസ് കേട്ടോ, പരസ്പരം മാറിപ്പോയതാണ്, ഒന്ന് ക്ലിയർ ചെയ്യണേ. അതായത് 10 എന്ന് പറയുന്നത് എന്താണ്? മദ്യമോ മറ്റു ലഹരി പദാർത്ഥങ്ങളോ എന്താണ് അനുമതിയോട് കൂടിയിട്ട് നമുക്ക് കടത്താം എന്ന് പറയുന്ന സെക്ഷനാണ് 10. 15 എന്ന് പറയുന്നത് എന്താണ്? 15 എന്ന് പറയുന്നത് എന്താണ് അല്ലേ? മദ്യമോ മറ്റു ലഹരി പദാർത്ഥങ്ങളോ വിൽപ്പന പാടില്ല എന്ന് പറയുന്ന സെക്ഷനാണ് 15. ഓക്കെ, പിന്നെ പറഞ്ഞ സെക്ഷനിലെ 21 നമ്മൾ പറഞ്ഞു അല്ലേ. എന്താണ് 21? കള്ളുചെത്തലുമായി ബന്ധപ്പെട്ട് അവർക്കുള്ള ലൈസൻസിനെ കുറിച്ച് പറയുന്ന സെക്ഷനാണ് ഏതാ? 21 എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ, പിന്നെ നമ്മൾ പ്രധാനമായിട്ട് ഡെഫിനിഷൻസ് ആണല്ലേ പറഞ്ഞത്. പ്രധാന ഡെഫിനിഷൻസ് ആണ് ഏതൊക്കെയാണ്? പ്രധാന ഡെഫിനിഷൻസ് എന്ന് പറഞ്ഞത് സെക്ഷൻ 3 അല്ലെ. എല്ലാ ഡെഫിനിഷനും ആരംഭിക്കുന്നത് സെക്ഷൻ 3 പറഞ്ഞു അല്ലേ. 3 6A അല്ലെ. 3 6A ഏതാണ്? 3 6A എന്ന് പറയുന്നത് അറാഖ് ആണ് അല്ലെ. അറാഖ് എന്ന് പറഞ്ഞാൽ എന്താണ്? ചാരായ ആണ് അല്ലെ. 3 6A പറയുന്നത് അറാഖ് ആണ്. അറാഖ് എന്ന് പറഞ്ഞാൽ എന്താണ്? ചാരായ അല്ലെ. നമ്മൾ പറഞ്ഞു അറാഖ് അല്ലെ, 6A. ഓക്കെ, ഏതാണ്? ചാരായത്തെ കുറിച്ച് പറയുന്ന സെക്ഷനാണ് 3 6A എന്ന് പറഞ്ഞത്. പിന്നെ അടുത്തത് ഏതാ പറഞ്ഞത്? സെക്ഷൻ 3 ഏതാ? 8 ആണ് അല്ലെ. 8 എന്താണ്? കള്ളാണ് അല്ലെ. നമ്മൾ പറഞ്ഞു കള്ള്. സെക്ഷൻ 3 8 കള്ളാണ്. അതുപോലെ സെക്ഷൻ 3 9 എന്തെന്ന് ഓർത്തെടുത്തേ അല്ലെ. നമ്മൾ 9 അല്ലെ പീനെ അങ്ങോട്ട് തിരിച്ചിട്ടത് അല്ലെ. അതായത് സ്പിരിറ്റ് എല്ലാവർക്കും കിട്ടുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, പിന്നെ അടുത്ത സെക്ഷൻ പറഞ്ഞത് 3 10. 3 10 എന്താ പറഞ്ഞത്? 3 10 എന്താണ് പറഞ്ഞത്? 3 10 മദ്യവുമായി ബന്ധപ്പെട്ട സെക്ഷനാണ് 3 10 എന്ന് പറഞ്ഞത്. പിന്നെ ബിയറിലെ 3 11 ബിയറിനെ കുറിച്ച് പറയുന്നത്. ഓക്കെ, 3 11 ഏതാണ്? ബിയർ ആണ്. പിന്നെന്താണ്? നാടൻ മദ്യം അല്ലേ. ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എന്താണ് കഴിഞ്ഞ ക്ലാസ്സിലെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക? നിങ്ങൾ കൃത്യമായിട്ട് തന്നെ പഠിച്ചു പോകാം. നിങ്ങൾക്ക് ഒന്നും കൂടി ഒന്ന് റിവൈസ് ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് കേട്ടോ. നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം. ഓക്കെ, ക്ലാസ്സിലോട്ട് കിടക്കാം അല്ലേ. അപ്പം നമുക്ക് ഫസ്റ്റ് നമ്മൾ ഇവിടെ നിന്ന് പഠിക്കാൻ പോകുന്ന ഭാഗം എന്ന് പറയുന്നത് നമുക്ക് ഏത് പ്രായത്തിലാണല്ലേ നമ്മുടെ കൈവശം അല്ലെ ലിക്വർ മദ്യം നമ്മുടെ കൈവശം വെക്കാനും അത് ഉപയോഗിക്കാനും പറ്റുന്നൊരു പ്രായം എന്ന് പറയുന്നത് ഏതാണെന്നാണ് പഠിക്കാനുള്ളത് അല്ലേ. ഏത് പ്രായമാണ്? എല്ലാവർക്കും ഡൗട്ട് വരില്ലേ. നമ്മളെല്ലാവരും വിചാരിക്കില്ലേ 18 വയസ്സ് കഴിഞ്ഞാൽ നമുക്ക് മദ്യവും മറ്റു ലഹരി പദാർത്ഥങ്ങളൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് വിചാരം. പക്ഷേ തെറ്റാണ് അല്ലേ. അബ്കാരി നിയമപ്രകാരം നമുക്ക് എത്ര വയസ്സായിരിക്കണം? 23 വയസ്സ്. ഓക്കെ, 23 വയസ്സ് കഴിഞ്ഞാൽ മാത്രമേ, അല്ലെങ്കിൽ 23 വയസ്സ് ആയാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? മദ്യം ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ മദ്യവുമായി ബന്ധപ്പെട്ട് അതിന്റെ വിൽപ്പനയൊക്കെ നിശ്ചയിച്ചിരിക്കുന്നത് ഏത് പ്രായത്തിലാണ്? 23 വയസ്സായവർക്ക് മാത്രമാണ് അല്ലെ മദ്യം വിൽക്കാനൊക്കെ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ 23 വയസ്സ് എന്നുള്ള വയസ്സ് നിങ്ങൾ പ്രത്യേകം ഓർത്ത് വെക്കണം കേട്ടോ. 23 വയസ്സാണ് മദ്യവുമായി ബന്ധപ്പെട്ട അതിന്റെ ഉപയോഗം. അതുപോലെ അതിന്റെ കൺസംഷൻ ഒക്കെ എത്ര വയസ്സിലാണ്? 23 വയസ്സാണ്. 18 വയസ്സല്ല കേട്ടോ. പ്രത്യേകം ശ്രദ്ധിക്കണം. എത്ര വയസ്സാണ്? 23 വയസ്സ്. ക്ലിയർ അല്ലേ? ഇനി അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് പവേഴ്സ് ആൻഡ് ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് വേരിയസ് ഓഫീസേഴ്സ് അണ്ടർ അബ്കാരി ആക്ട് 1077. അതായത് അല്ലേ നമ്മുടെ ഈ അബ്കാരി ആക്ടുമായി ബന്ധപ്പെട്ടിട്ട് അതിന്റെ കീഴിൽ ഒരുപാട് ഓഫീസേഴ്സ്മാരുണ്ട് അല്ലേ. നമുക്കറിയാം എക്സൈസുമായി ബന്ധപ്പെട്ട് നമ്മുടെ എക്സൈസ് ഇൻസ്പെക്ടർ, അതുപോലെ ഇനിയിപ്പം നിങ്ങളല്ലേ അടുത്ത വർഷം നിങ്ങൾ ആരാവാൻ പോകുന്നു? സിവിൽ എക്സൈസ് ഓഫീസർ ഉണ്ടല്ലേ. ഇവരൊക്കെ ഏതിന്റെ കീഴിൽ വരുന്നതാണ്? നമ്മുടെ അബ്കാരി ആക്ടിലെ ഓഫീസേഴ്സ് എന്ന കീഴിൽ വരുന്നതാണ്. അതുപോലെ മജിസ്ട്രേറ്റും ഇതിന്റെ ഒരു ഭാഗമാണ്. കൂടാതെ തന്നെ പിന്നെ ആരൊക്കെ ഉണ്ട്? സർക്കിൾ ഇൻസ്പെക്ടർ വരുന്നുണ്ട്. കൂടാതെ പിന്നെ ആരാ? അഡീഷണൽ എക്സൈസ് കമ്മീഷണർ, ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ, ഇവരൊക്കെ ആരുടെ ഭാഗമാണ് അല്ലെ? അബ്കാരി ആക്ടിന് കീഴിലുള്ള ഓഫീസേഴ്സിന്റെ കീഴിൽ വരുന്നതാണ്. ഇപ്പൊ ഓരോരുത്തരുമായി ബന്ധപ്പെട്ട് അവർക്കുള്ള അധികാരങ്ങൾ എന്തൊക്കെയാണെന്നാണ് നോക്കാൻ പോകുന്നത് കേട്ടോ. അപ്പൊ ഫസ്റ്റ് തന്നെ നമ്മൾ മജിസ്ട്രേറ്റിനെ കുറിച്ചിട്ടാണ് പറയുന്നത് അല്ലെ. ആരാണ്? മജിസ്ട്രേറ്റിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ മജിസ്ട്രേറ്റിന്റെ അധികാരങ്ങൾ എന്തൊക്കെയാണ്? മജിസ്ട്രേറ്റിന്റെ അധികാരങ്ങൾ എന്താ? പ്രധാനപ്പെട്ട ഒരു സെക്ഷനാണ് സെക്ഷൻ 30 എന്ന് പറയുന്നത്. ഓക്കെ, സെക്ഷൻ 30 പ്രകാരം എന്താണ് അല്ലെ? സെക്ഷൻ 30 പ്രകാരം അറസ്റ്റ് വാറന്റ് അല്ലെ അറസ്റ്റ് വാറന്റ് അല്ല, സെർച്ച് വാറന്റ് എവിടെയെങ്കിലും ഇപ്പം അനധികൃതമായിട്ട് എന്തെങ്കിലും നടക്കുന്നുണ്ടെന്ന് ഈ മദ്യമോ മറ്റു ലഹരി പദാർത്ഥങ്ങളുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ അനധികൃതമായിട്ട് എന്തെങ്കിലും നടക്കുന്നുണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ അവിടേക്ക് പോകാൻ വേണ്ടി പ്രത്യേക സന്ദർഭങ്ങളിലൊക്കെ നമുക്ക് സെർച്ച് വാറന്റ് പുറപ്പെടുവിക്കാറുണ്ട്. ഇത് പുറപ്പെടുവിക്കാനുള്ള അധികാരം ആർക്കുണ്ട്? മജിസ്ട്രേറ്റിനുണ്ട്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ആണ് മജിസ്ട്രേറ്റുമായി ബന്ധപ്പെട്ട് എന്താണ് സെർച്ച് വാറന്റ് പുറപ്പെടുവിക്കാനുള്ള അധികാരം. ഓക്കെ, പിന്നെന്താണ് അടുത്തത് അല്ലെ? ഇങ്ങനെ പിടിച്ചെടുക്കുന്ന മദ്യം അല്ലെ, അനധികൃതമായിട്ടാണ് അവർ കൈവശം വെച്ചിരിക്കുന്ന മദ്യം പിടിച്ചെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് അതിന്റെ ലൈസൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അന്വേഷിക്കാനും അത് കണ്ടെത്താനുള്ള അധികാരം ആർക്കുണ്ട്? മജിസ്ട്രേറ്റിനുണ്ട്.
ക്ലിയർ അല്ലേ? അപ്പൊ രണ്ട് കാര്യം പറഞ്ഞു. ഒന്ന് സെർച്ച് വാറന്റ് പുറപ്പെടുവിക്കാനുള്ള അധികാരമുണ്ട്, അതുപോലെ ലൈസൻസുമായി ബന്ധപ്പെട്ട അവരുടെ സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും അന്വേഷിക്കാനൊക്കെ ഉള്ള അധികാരം ആർക്കുണ്ട്? മജിസ്ട്രേറ്റിനുണ്ട്. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു പ്രദേശത്ത് എന്തെങ്കിലും കലാപമോ അല്ലെങ്കിൽ എന്തെങ്കിലും നിയമവിരുദ്ധമായിട്ടുള്ള ഒത്തുചേരലൊക്കെ ഉണ്ടാവാൻ പോകുന്നുണ്ട് എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ ആ പ്രദേശത്തെ മദ്യവില്പനശാലകളിലെ മദ്യ ഷോപ്പുകൾ എന്ത് ചെയ്യാം? പൂട്ടാനുള്ള അധികാരം ആർക്കുണ്ട്? മജിസ്ട്രേറ്റിനുണ്ട്. ഓക്കെ, അവിടെ ഒരു സംഘർഷം, ഇപ്പൊ ഏതെങ്കിലും പ്രദേശത്ത് എന്തെങ്കിലും സംഘർഷം ഉണ്ടാകാൻ പോകുന്നുണ്ടെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ ആ ഭാഗത്തുള്ള ബാർ ഷോപ്പുകൾ എന്ത് ചെയ്യാം? പൂട്ടാനുള്ള അധികാരം ആർക്കുണ്ട്? അല്ലെ, ആ ദിവസം അടച്ചിടാനുള്ള അധികാരം മജിസ്ട്രേറ്റിനുണ്ട്. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ മജിസ്ട്രേറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. സെക്ഷൻ 30 ഒന്ന് ഓർത്ത് വെക്കട്ടെ. ഏതാണ് സെക്ഷൻ 30? ചോദിക്കാറുണ്ട്. എന്താണ്? സെർച്ച് വാറണ്ട് അല്ലെ? സെർച്ച് വാറണ്ടുമായി ബന്ധപ്പെട്ട സെക്ഷൻ ഏതാ ചോദിച്ചാൽ സെക്ഷൻ 30 ആണ്. അപ്പൊ മജിസ്ട്രേറ്റിന്റെ അധികാരങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന് സെർച്ച് വാറന്റ് പുറപ്പെടുവിക്കാനുള്ള അധികാരമുണ്ട്, അതുപോലെ പിടിച്ചെടുത്ത മദ്യം നീക്കം ചെയ്യുന്നതിനുള്ള സാധനങ്ങളുടെ സർട്ടിഫിക്കേഷൻ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ തീരുമാനം എടുക്കാനുള്ള അധികാരം ആർക്കുണ്ട്? മജിസ്ട്രേറ്റിനുണ്ട്. അതുപോലെ തന്നെ അല്ലെ, ഒരു പ്രദേശത്ത് എന്തെങ്കിലും കലാപമോ അല്ലെങ്കിൽ നിയമവിരുദ്ധമായിട്ടൊരു ഒത്തുചേരലൊക്കെ ഉണ്ടായി കഴിഞ്ഞാലല്ലേ, അവിടെ ഒരു സംഘർഷം ഉണ്ടാകാൻ പോവുകയാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ ഭാഗത്തുള്ള ആ പ്രദേശത്തുള്ള മദ്യവില്പനശാലകൾ പൂട്ടാനുള്ള ആ ദിവസം പൂട്ടാനുള്ള അധികാരം ആർക്കുണ്ട്? നമ്മുടെ മജിസ്ട്രേറ്റിനുണ്ട്. ഓക്കെ, ഇത്രയും ഭാഗങ്ങൾ ക്ലിയർ അല്ലേ? ഇനി അടുത്ത ആളിലേക്ക് പോകാം. അതായത് ഈ അബ്കാരി ആക്ടുമായി ബന്ധപ്പെട്ട അടുത്തൊരു ഓഫീസറാണ്, അധികാരമുള്ള ഒരു ഓഫീസറാണ് ആര്? എക്സൈസ് കമ്മീഷണർ എന്ന് പറയുന്നത്. ഓക്കെ, ആരാണ്? എക്സൈസ് കമ്മീഷണർ അല്ലേ? അപ്പൊ നമ്മൾ ജോലി ചെയ്യാൻ പോകുന്ന എക്സൈസ് ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട മെയിൻ ആളാണ് ആര്? നമ്മുടെ എക്സൈസ് കമ്മീഷണർ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ അധികാരങ്ങൾ എന്തൊക്കെയാണ്? അദ്ദേഹത്തിന്റെ അധികാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സൈസുമായി ബന്ധപ്പെട്ട അതിന്റെ ഭരണ നിർവഹണം, അതുപോലെ നമ്മുടെ സംസ്ഥാനങ്ങളിൽ നിന്ന് പിരിച്ചെടുക്കുന്ന എന്താണ് അബ്കാരി റവന്യൂ, അതായത് അബ്കാരി റവന്യൂ എന്താന്ന് നമ്മൾ പറഞ്ഞു അല്ലെ, ആദ്യം മുതലേ പറഞ്ഞു അല്ലെ, അതായത് മദ്യമോ മറ്റ് ലഹരി പദാർത്ഥങ്ങളിൽ നിന്നോ അല്ലെ ലഭിക്കുന്ന പിഴ, ഫൈനിലെ അതുമായി ബന്ധപ്പെട്ട കണ്ടുകെട്ടുന്ന വസ്തുക്കളിൽ നിന്നൊക്കെ കിട്ടുന്ന വരുമാനം, ഇതൊക്കെ പിരിച്ചെടുക്കുന്നത് ആരാണ്? നമ്മുടെ എക്സൈസ് കമ്മീഷണർ ആണ് കേട്ടോ. അപ്പൊ ആരാണ്? എക്സൈസ് കമ്മീഷണർ ആണ്. അതായത് എക്സൈസുമായി ബന്ധപ്പെട്ട അതിന്റെ ഭരണ നിർവഹണവും അബ്കാരി വരുമാനവും അതൊക്കെ പിരിച്ചെടുക്കുന്ന വ്യക്തിയാണ് ആര്? എക്സൈസ് കമ്മീഷണർ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? അതുപോലെ നമ്മൾ പറഞ്ഞു മദ്യമോ മറ്റു ലഹരി പദാർത്ഥങ്ങളിലെ ഇറക്കുമതി കയറ്റുമതിയുമായി ബന്ധപ്പെട്ട ലൈസൻസുകളൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ നൽകുന്നത് ആരാണ്? അവയ്ക്കുള്ള അനുമതിയൊക്കെ നൽകുന്നത് ആരാണ്? അനുമതി നൽകുന്നത് എക്സൈസ് കമ്മീഷണർ ആണ് കേട്ടോ. അപ്പൊ ഇറക്കുമതി കയറ്റുമതിയുമായി ബന്ധപ്പെട്ട ഇവയ്ക്കുള്ള അനുമതി നൽകുന്നത് ആരാണ്? എക്സൈസ് കമ്മീഷണർ ആണ്. കൂടാതെ അല്ലെ, നമുക്കറിയാം മദ്യം മറ്റു ലഹരി പദാർത്ഥങ്ങളൊക്കെ ഒരു നിശ്ചിത അളവിൽ മാത്രമേ, ഈ ലൈസൻസ് ഉണ്ടെങ്കിൽ തന്നെ നിശ്ചിത അളവിൽ മാത്രമേ നിർമ്മിക്കാൻ പാടുള്ളൂ അല്ലെ. കൂടാതെ തന്നെ അല്ലെ പല എന്താ പറയാ മരുന്നുകളിലും അല്ലെ, മരുന്നുകളിൽ എന്ത് ഉപയോഗിക്കുന്നുണ്ട്? കുറഞ്ഞ അളവിൽ ആൽക്കഹോൾ ഉപയോഗിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ അതിന്റെ അളവും കൃത്യമായിട്ട് അളവ് നിശ്ചയിക്കുന്നത് ആരാണ്? നമ്മുടെ എക്സൈസ് കമ്മീഷണർ ആണ് കേട്ടോ. അതായത് മരുന്നുകളിലൊക്കെ ഉപയോഗിക്കേണ്ട ആൽക്കഹോളിന്റെ അളവൊക്കെ നിശ്ചയിക്കുന്നത് നമ്മുടെ ആരാണ്? എക്സൈസ് കമ്മീഷണർ ആണ്. അപ്പൊ അതൊന്ന് ഓർത്ത് വെക്കാം. അതുപോലെ വെയർ ഹൗസുകൾ, അവയുടെ നിർമ്മാണവും നിയന്ത്രണമൊക്കെ നോക്കുന്നത് ആരാണ്? എക്സൈസ് കമ്മീഷണർ ആണ്. പിന്നെ ലൈസൻസിന്റെ കാര്യം നമ്മൾ പറഞ്ഞല്ലേ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ എക്സൈസ് കമ്മീഷണർക്കുള്ള ഡ്യൂട്ടി എന്ന് പറയുന്നത്. അപ്പൊ എന്തൊക്കെയാണ് ഡ്യൂട്ടി അദ്ദേഹത്തിന്റെ അല്ലെ? മെയിൻ ആയിട്ട് നമ്മുടെ എക്സൈസ് ഭരണ നിർവഹണമാണ്, അതുപോലെ അബ്കാരി വരുമാനം പിരിച്ചെടുക്കുക, അതുപോലെ എന്താണ് ഇറക്കുമതി കയറ്റുമതി ഇവർക്കുള്ള ലൈസൻസ് കൊടുക്കുക, പിന്നെന്താണ് അല്ലെ ഈ മദ്യമോ മറ്റു ലഹരി പദാർത്ഥങ്ങളോ എത്ര അളവിൽ ഉൽപ്പാദിപ്പിക്കണം, അല്ലെങ്കിൽ അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള അളവും കാര്യങ്ങളൊക്കെ ആരാണ് നിശ്ചയിക്കുന്നത്? എക്സൈസ് കമ്മീഷണർ ആണ്. കൂടാതെ അല്ലെ മരുന്നുകളിലൊക്കെ ഉപയോഗിക്കുന്ന അല്ലെ ആൽക്കഹോളിന്റെ കണ്ടന്റ് എത്ര ഉണ്ടാവണം എന്നൊക്കെ തീരുമാനിക്കുന്നത് ആരാണ്? എക്സൈസ് കമ്മീഷണർ ആണ്. മറ്റല്ലേ വെയർ ഹൗസുകളുടെ നിയന്ത്രണം ഒക്കെ നോക്കി നടത്തുന്ന ആരാണ്? എക്സൈസ് കമ്മീഷണർ ആണ്. ഓക്കെ, പിന്നെ അദ്ദേഹവുമായി ബന്ധപ്പെട്ട് വേറൊരു പ്രധാന കാര്യമാണ് തിരച്ചിൽ വാറന്റ് അല്ലെ. നമുക്ക് സെർച്ച് ചെയ്യാനുള്ള വാറന്റ് അദ്ദേഹത്തിനും പുറപ്പെടുവിക്കാം അല്ലെ. നമ്മൾ പറഞ്ഞു സെർച്ച് വാറന്റ് മജിസ്ട്രേറ്റിനും പുറപ്പെടുവിക്കാം, അതുപോലെ എക്സൈസ് കമ്മീഷണർക്കും പുറപ്പെടുവിക്കാം. എന്താ സെർച്ച് വാറന്റ് അല്ലെ. ഏത് സെക്ഷനാണ് നമ്മൾ പ്രത്യേകം ആദ്യം തന്നെ പറഞ്ഞു. ഏത് സെക്ഷനാണ്? സെക്ഷൻ 30 പ്രകാരം അല്ലെ സെർച്ച് വാറന്റ് പുറപ്പെടുവിക്കാനുള്ള അധികാരമുള്ള രണ്ടാൾക്കാരെ നമ്മൾ പറഞ്ഞു. ആരൊക്കെ? മജിസ്ട്രേറ്റിനും അതുപോലെ എക്സൈസ് കമ്മീഷണർക്കും ഈ ഒരു അധികാരമുണ്ട്. അതുപോലെ തന്നെ അടുത്തൊരു പോയിന്റ് ആണ് അല്ലെ, ഇപ്പൊ ഒരു മരിച്ച വ്യക്തിയുടെ പേര്, ഒരു ലൈസൻസ് ഉള്ള ഒരു വ്യക്തി മരിച്ചു എന്ന് വിചാരിക്കുക. ആ മരിച്ച വ്യക്തിയുടെ ലൈസൻസ് ഉപയോഗിച്ചിട്ട് ആരെങ്കിലും എന്ത് ചെയ്യുന്നുണ്ട്? വീണ്ടും അല്ലെ അതിന്റെ അനുവാദമില്ലാതെ പുനർനിർണയം നടത്തുകയോ അതിൽ മാറ്റങ്ങൾ എന്തെങ്കിലും വരുത്തുകയോ ചെയ്യുക, അല്ലെങ്കിൽ ആ ഒരു ലൈസൻസിൽ ഇവരെന്ത് ചെയ്യാം?
അനധികൃതമായിട്ട് ഇപ്പം മദ്യമോ മറ്റു ലഹരി പദാർത്ഥങ്ങളൊക്കെ നിർമ്മിക്കുന്നുണ്ടെങ്കിൽ അത് അവർക്കെതിരെ എന്ത് ചെയ്യാം, ശിക്ഷ നടപ്പാക്കാനും അല്ലെങ്കിൽ അവർക്കെതിരെ പിഴ ചുമത്താനുള്ള അധികാരം ആർക്കുണ്ട്? നമ്മുടെ എക്സൈസ് കമ്മീഷണർക്കുണ്ട്. അതൊന്ന് നിങ്ങൾ ഓർത്ത് വെച്ചേക്കട്ടോ. പിന്നെ ഇതുമായി ബന്ധപ്പെട്ട് പിന്നെ മെയിൻ ആയിട്ടല്ലേ ലൈസൻസിന്റെ കാര്യം പറഞ്ഞല്ലോ, ലൈസൻസ് കൊടുക്കാനുള്ള അധികാരമുണ്ട്, അതുപോലെ തന്നെ അത് റദ്ദാക്കാനുള്ള അധികാരവും ആർക്കുണ്ട്? എക്സൈസ് കമ്മീഷണർക്കുണ്ട് അല്ലേ. അപ്പൊ നമ്മൾ ആദ്യം കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞില്ലേ, പ്രത്യേക പെർമിഷനോട് കൂടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ മദ്യമോ മറ്റു ലഹരി പദാർത്ഥങ്ങളോ കടത്താമെന്ന് പറഞ്ഞില്ലേ. അങ്ങനെയാണെങ്കിൽ ഇത് ഈ ഒരു പെർമിഷൻ കൊടുക്കുന്നത് ആരാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു? എക്സൈസ് കമ്മീഷണർ ആണല്ലേ. അതുപോലെ തന്നെ ഈ കൊടുത്ത പെർമിറ്റ് എന്ത് ചെയ്യുക, അദ്ദേഹത്തിന് റദ്ദാക്കാനുള്ള അധികാരം കൂടി ആർക്കുണ്ട്? എക്സൈസ് കമ്മീഷണർക്കുണ്ട്. അതും ഒന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പൊ നമുക്കൊന്നും കൂടി ചുരുക്കി പറയുകയാണെങ്കിൽ എക്സൈസ് കമ്മീഷണറുടെ പ്രധാന അധികാരങ്ങൾ എന്തൊക്കെയാന്ന് നോക്കാം. ഒന്നെന്താണ് അല്ലെ, എക്സൈസ് വകുപ്പിന്റെ ഭരണ നിർവഹണമാണ്. അതുപോലെ അബ്കാരി വരുമാനവും പിരിച്ചെടുക്കാം. പിന്നെ അല്ലെ ഇറക്കുമതി കയറ്റുമതി എന്നിവയ്ക്കുള്ള അനുമതി നൽകുക. പിന്നെ അല്ലെ ഓരോന്നിന്റെയും എത്ര അളവിൽ പ്രൊഡ്യൂസ് ചെയ്യണം എന്ന കാര്യമൊക്കെ നിശ്ചയിക്കുന്നത് ആരാണ്? എക്സൈസ് കമ്മീഷണറാണ്. പിന്നെ വെയർ ഹൗസുകൾ അവയുടെയൊക്കെ നിർമ്മാണവും നിയന്ത്രണവും ഒക്കെ നടത്തുന്നത് ആരാണ്? എക്സൈസ് കമ്മീഷണറാണ്. പിന്നെ ലൈസൻസുകൾ നൽകുന്നതും അതുപോലെ തന്നെ അത് റദ്ദ് ചെയ്യാനുള്ള അധികാരവും ആർക്കുണ്ട്? എക്സൈസ് കമ്മീഷണർക്കുണ്ട്. പിന്നെ തിരച്ചിൽ വാറണ്ടിലെ സെക്ഷൻ 30 പ്രകാരം സെക്ഷൻ 30 ഓർത്ത് വെക്കേട്ട, സെക്ഷൻ 30 പ്രകാരം തിരച്ചിൽ വാറണ്ടിലെ സെർച്ച് വാറന്റ് പുറപ്പെടുവിക്കാനുള്ള അധികാരവും ആർക്കുണ്ട്? എക്സൈസ് കമ്മീഷണർക്കുണ്ട്. ഓക്കെ, ഇനി നമ്മൾ അടുത്ത് നോക്കാനായിട്ട് പോകുന്നത് പ്രിവെന്റീവ് ഓഫീസർ അഥവാ സിവിൽ എക്സൈസ് ഓഫീസർ അല്ലെ. ഈ പറഞ്ഞ ഒരു ഓഫീസർ അല്ലെ, അതായത് ഭാവിയിൽ നിങ്ങളാവാൻ പോകുന്ന ഒരു പോസ്റ്റ് അല്ലെ, സിവിൽ എക്സൈസ് ഓഫീസർ, ഇവരുടെ ഡ്യൂട്ടിയെ കുറിച്ചിട്ടാണ് പറയുന്നത് അല്ലെ. അപ്പൊ അടുത്ത വർഷം നിങ്ങൾ ചെയ്യാൻ പോകുന്ന ഡ്യൂട്ടിയെ പറ്റിയിട്ടാണ് പറയാൻ പോകുന്നത് അല്ലെ. അപ്പൊ എന്തായാലും നിങ്ങളുടെ ഡ്യൂട്ടി എന്തൊക്കെയാന്ന് നോക്കാം. എന്താണ്? സെക്ഷൻ 31 പ്രകാരം ഈ സെക്ഷൻ ഓർത്ത് വെക്കട്ടാ. സെക്ഷൻ 31 പ്രകാരം വാറണ്ട് ഇല്ലാതെ തന്നെ വീടുകൾ സെർച്ച് ചെയ്യാനുള്ള അധികാരം ഉണ്ട് അല്ലെ. എന്തായാലും അധികാരം അല്ലെ, നമുക്ക് വാറണ്ട് ഒന്നും വേണ്ട, നമുക്ക് ഒരു ഇൻഫർമേഷൻ കിട്ടുകയാണല്ലേ, ആ ഒരു വീട്ടിൽ എന്തെങ്കിലും അനധികൃതമായിട്ട് എന്തെങ്കിലും വെച്ചിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും മദ്യമോ മറ്റു ലഹരി പദാർത്ഥങ്ങളോ അല്ലെ അവിടെ ഉണ്ട് എന്ന് നമുക്ക് ഇൻഫർമേഷൻ കിട്ടുകയാണെന്ന് വിചാരിക്കുക. അല്ലെങ്കിൽ എന്തെങ്കിലും എന്താ പറയാ, എന്തിനെങ്കിലും വിൽപ്പന അവിടെ നടക്കുന്നുണ്ട്, ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വിൽപ്പനയൊക്കെ നടക്കുന്നുണ്ടെന്ന് നമുക്ക് ബോധ്യം വന്നു കഴിഞ്ഞാൽ അവിടെ നമുക്ക് എന്ത് ചെയ്യാം, വാറണ്ട് ഇല്ലാതെ തന്നെ അവിടെ സെർച്ച് ചെയ്യാനുള്ള അധികാരം ആർക്കുണ്ട്? നിങ്ങൾക്കുണ്ട് അല്ലേ. അടുത്ത വർഷം നിങ്ങൾക്ക് ഉണ്ടാവാൻ പോകുന്ന അധികാരത്തെ പറ്റിയാണ് പറയുന്നത് അല്ലേ. അപ്പൊ അതൊന്ന് ഓർത്ത് വെക്കുക. അതുപോലെ തന്നെ അല്ലേ സിവിൽ എക്സൈസ് ഓഫീസർക്കുള്ള മറ്റൊരു ഡ്യൂട്ടിയാണെന്ന് പറഞ്ഞത് എന്താണ് അല്ലെ, ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുന്ന പല സ്ഥാപനങ്ങൾ ഉണ്ടാവുമല്ലോ. അപ്പൊ അനധികൃതമായിട്ട് പ്രവർത്തിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, അവിടെ പ്രവേശിക്കാനും അവിടെ പരിശോധിക്കാനുള്ള അധികാരമുണ്ട്. അതിനും ഇതുപോലെ സെർച്ച് വാറണ്ട് ഒന്നും വേണ്ട, എവിടെയൊക്കെ എന്ത് ചെയ്യണം, നമുക്ക് സെർച്ച് ചെയ്യാനൊക്കെ ഉള്ള അധികാരമുണ്ട് അല്ലെ. അപ്പൊ നമ്മൾ പല സിനിമകളിലും കണ്ടിട്ടുണ്ട് അല്ലെ, ഏതെങ്കിലും കുന്നിൻ മുകളിലൊക്കെ എന്താണ് വാറ്റിലെ ചാരായൊക്കെ എന്താണ് വാറ്റുന്നതൊക്കെ കാണാറില്ലേ, അവിടെയൊക്കെ സെർച്ച് ചെയ്യാൻ പോകുന്നത് കുറച്ച് ഓഫീസർമാരെ കണ്ടിട്ടില്ല. ഇവരൊക്കെ ആരാണ്? നമ്മുടെ സിവിൽ എക്സൈസ് ഓഫീസർമാരാണ്. അപ്പൊ ഇതിനൊക്കെയുള്ള അധികാരം ആർക്കുണ്ട്? നമ്മുടെ സിവിൽ എക്സൈസ് ഓഫീസർക്കുണ്ട്. അതുപോലെ തന്നെ വേറൊന്നാണ്, എന്താണ്, നമുക്കൊരു അറസ്റ്റ് വാറണ്ട് ഒന്നും ഇല്ലാതെ ഏതെങ്കിലും കുറ്റവാളിയെ എവിടെ വെച്ചിട്ട് നമുക്ക് അറസ്റ്റ് ചെയ്യാനുള്ള ഒരു അധികാരം ഉണ്ട് അല്ലെ. ഏത് പൊതുസ്ഥലത്ത് വെച്ചിട്ട് നമുക്ക് അദ്ദേഹത്തിലെ കുറ്റവാളിയാണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ പ്രത്യേകം അറസ്റ്റ് വാറണ്ട് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാനുള്ള അധികാരവും ഉണ്ട്. ആർക്ക്? സിവിൽ എക്സൈസ് ഓഫീസർക്ക്. ക്ലിയർ അല്ലേ? ഓക്കെ, അടുത്തത് അതുപോലെ തന്നെയാണ് അല്ലെ, തൊണ്ടി മുതൽ പിടിച്ചെടുക്കാനോ അത് തടഞ്ഞു വെക്കാനുള്ള അവകാശം ആർക്കുണ്ട്? നമ്മുടെ സിവിൽ എക്സൈസ് ഓഫീസർമാർക്കുണ്ട്. കൂടാതെ തന്നെ അല്ലെ നമുക്കൊരു കുറ്റാരോപിതനായെന്ന് ആരെങ്കിലും തോന്നിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തെ ചോദ്യം ചെയ്യാനും അല്ലെ, ഇനി ചോദ്യം ചെയ്യുന്ന സന്ദർഭത്തിൽ അദ്ദേഹം വിവരങ്ങളൊന്നും നൽകാൻ തയ്യാറല്ലാത്ത സാഹചര്യത്തിൽ എന്ത് ചെയ്യാം, അദ്ദേഹത്തെ അല്ലെ ആ കുറ്റാരോപിതനെ അറസ്റ്റ് ചെയ്യാനും ഉള്ള അധികാരം ആർക്കുണ്ട്? സിവിൽ എക്സൈസ് ഓഫീസർക്കുണ്ട്. ഓക്കെ, പിന്നെ ഇതിലെ ഇങ്ങനെ കുറ്റകൃത്യത്തിൽ ഉൾപ്പെട്ട വിവരങ്ങളൊക്കെ ആർക്ക് കൊടുക്കണം? നമ്മൾ സിവിൽ എക്സൈസ് ഓഫീസർ അല്ലെ മേലുദ്യോഗസ്ഥൻ അല്ലെങ്കിൽ അബ്കാരി ഇൻസ്പെക്ടർക്ക് ഇത് കൈമാറുകയും വേണം കേട്ടോ. ഇതൊക്കെ ആരുടെ ഡ്യൂട്ടിയാണ്? സിവിൽ എക്സൈസ് ഓഫീസറുടെ ഡ്യൂട്ടിയാണ് അല്ലെ. അടുത്ത വർഷം നിങ്ങൾ ഇത് ചെയ്യേണ്ട ഡ്യൂട്ടികളാണ്, ഇപ്പൊ തന്നെ പഠിച്ചു വെച്ചേക്കട്ടോ. പിന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഇനിയിപ്പോ പറഞ്ഞില്ലേ, നമ്മൾ തൊണ്ടി മുതലൊക്കെ പിടിച്ചെടുത്തു എന്ന് പറഞ്ഞല്ലേ, ഇത് ഇനി അതായത് ഇപ്പൊ
ഇപ്പം നമുക്ക് കിട്ടുന്ന അല്ലേ, ഇപ്പോൾ എന്താ പറയുക, അനധികൃതമായിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ ആ തൊണ്ടി മുതലൊക്കെ എന്ത് ചെയ്യാം, നമ്മൾ പോലീസിന്റെ കയ്യിൽ സുരക്ഷിതമായിട്ട് ഏൽപ്പിക്കണം അല്ലേ. നമ്മളവിടെ സുരക്ഷിതമായിട്ട് കയ്യിൽ വെക്കില്ല, അത് ആർക്ക് കൊടുക്കണം, പോലീസിന്റെ കയ്യിലേക്ക് ഏൽപ്പിക്കാൻ വേണ്ടത് അല്ലേ. അപ്പോൾ അത് കൊണ്ടു കൊടുക്കുന്നതും ആരാണ്, നമ്മുടെ സിവിൽ എക്സൈസ് ഓഫീസർമാരാണ് കേട്ടോ. ആ ഒരു പോയിന്റ് ഓർത്ത് വെക്കുക. അപ്പോൾ ഒന്ന് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഡ്യൂട്ടീസ് എന്തൊക്കെയാണ്? ഒന്ന്, വാറണ്ട് ഇല്ലാതെ വീടുകൾ സെർച്ച് ചെയ്യാനുള്ള അധികാരമുണ്ട് അല്ലേ. സെക്ഷൻ 31 പ്രകാരം വാറണ്ട് ഇല്ലാതെ വീടുകൾ സെർച്ച് ചെയ്യാം. അതുപോലെ തന്നെ എന്താണ് അല്ലെ, എവിടെയില്ല ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുന്ന ഏത് സ്ഥലത്തേക്ക് നമുക്ക് പെട്ടെന്ന് കയറി ചെല്ലാൻ അവിടെ പരിശോധിക്കാനുള്ള അധികാരമുണ്ട്. പിന്നെന്താണ് അല്ലെ, കുറ്റവാളിയാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ അദ്ദേഹത്തെ അല്ലെ പൊതു ഇടങ്ങളിൽ വെച്ചിട്ട് അറസ്റ്റ് ചെയ്യാനും ഉള്ള അധികാരം ആർക്കുണ്ട്? നമ്മുടെ സിവിൽ എക്സൈസ് ഓഫീസർക്കുണ്ട്. കൂടാതെ തൊണ്ടി മുതലിലെ അത് പിടിച്ചെടുക്കാനുള്ള അധികാരമൊക്കെ ആർക്കുണ്ട്? സിവിൽ എക്സൈസ് ഓഫീസർക്കുണ്ട്. പിന്നെന്താണ് അല്ലെ, ഈ ഡാറ്റാസ് ഒക്കെ ആർക്ക് നമ്മൾ കൈമാറണം? നമ്മുടെ മേലുദ്യോഗസ്ഥനായ അബ്കാരി ഇൻസ്പെക്ടർക്കൊക്കെ ഇത് കൈമാറണം. ഓക്കെ, ക്ലിയർ അല്ലേ? ഇത്രയൊക്കെയാണ് നമ്മുടെ സിവിൽ എക്സൈസ് ഓഫീസറുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ മറ്റേ അബ്കാരി ആക്ടിലെ മറ്റു ഓഫീസേഴ്സ് ആരൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അഡീഷണൽ എക്സൈസ് കമ്മീഷണർ ഉണ്ട്. ഓക്കെ, ആരാണ്? അഡീഷണൽ എക്സൈസ് കമ്മീഷണർ ഉണ്ട്. അതുപോലെ തന്നെ ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ ഉണ്ട്. പിന്നെ സർക്കിൾ ഇൻസ്പെക്ടർ ഉണ്ട്, അഥവാ എക്സൈസ് ഇൻസ്പെക്ടർ ഉണ്ട്. സർക്കിൾ ഇൻസ്പെക്ടറിനെ തന്നെയാണ് നമ്മൾ എക്സൈസ് ഇൻസ്പെക്ടർ എന്ന് പറയുന്നത്. പിന്നെ ഇതുമായി ബന്ധപ്പെട്ട് അല്ലെ, അബ്കാരി ആക്ടുമായി ബന്ധപ്പെട്ട് നിയമിതനായിട്ടുള്ള എക്സൈസ് മെക്കാനിക്കൽ എഞ്ചിനീയർ അഥവാ PWD എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഒക്കെ ആരുടെ കീഴിൽ വരുന്നതാണ്? ഈ അബ്കാരി ആക്ട് പ്രകാരം ഓഫീസേഴ്സ് എന്നൊരു ഗണത്തിൽ പെടുന്നതാണ് കേട്ടോ. അപ്പൊ ആരൊക്കെയാണ്? ചുരുക്കി പറഞ്ഞാൽ ആരൊക്കെ വരുന്നുണ്ട്? ഇതുമായി ബന്ധപ്പെട്ട അധികാരമുള്ള ആൾക്കാരെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഒന്ന് മജിസ്ട്രേറ്റിനെ പറഞ്ഞു, പിന്നെ ആരാണ്? നമ്മുടെ എക്സൈസ് ഇൻസ്പെക്ടറിനെ പറഞ്ഞു അല്ലെ, എക്സൈസ് കമ്മീഷണർ. ഓക്കെ, എക്സൈസ് കമ്മീഷണർ ഉണ്ട്. പിന്നെ അല്ലെ നമ്മുടെ സിവിൽ എക്സൈസ് ഓഫീസർ ഉണ്ട്. കൂടാതെ അഡീഷണൽ എക്സൈസ് കമ്മീഷണർ ഉണ്ട്, ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ ഉണ്ട്, സർക്കിൾ ഇൻസ്പെക്ടർ ഉണ്ട്. കൂടാതെ നമ്മുടെ എക്സൈസ് മെക്കാനിക്കൽ എഞ്ചിനീയർമാരും ഈ ഒരു ഓഫീസേഴ്സിന്റെ കീഴിൽ വരുന്നവരാണ് കേട്ടോ. അപ്പൊ ഇതാണ് പ്രധാനമായിട്ടും പ്രധാന ഓഫീസേഴ്സ് എന്നൊരു സെക്ഷനിൽ വരുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നമുക്ക് അധികം സെക്ഷൻസുകളൊന്നും അധികം പഠിക്കേണ്ട ആവശ്യമില്ല. ആ ഒരു പോസ്റ്റും അവരുടെ ഒരു ഡ്യൂട്ടീസിനെ കുറിച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. അത്ര വലിയ ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യങ്ങളൊന്നുമല്ല, നമുക്ക് മനസ്സിലാവുന്ന കാര്യങ്ങൾ തന്നെയാണ് കേട്ടോ. അല്ലാതെ വലിയ സെക്ഷൻസ് ഒന്നും ഇതൊന്നും എടുത്ത് ചോദിക്കില്ല. നമ്മളൊരു സെക്ഷൻ 30, 31 എന്ത് ചെയ്യുക, പഠിക്കുക. ഏതാണ് സെക്ഷൻ 30 എന്ന് പറഞ്ഞാൽ? എന്താണ് അല്ലെ, സെർച്ച് വാറന്റ് പുറപ്പെടുവിക്കാനുള്ള നമ്മുടെ മജിസ്ട്രേറ്റിന്റെയും അതുപോലെ ആരുടെയാണ്? എക്സൈസ് കമ്മീഷണറുടെയും അധികാരത്തെ പറ്റി പറയുന്നതാണ് കേട്ടോ. അതുപോലെ സെക്ഷൻ 31 എന്താണ്? സിവിൽ എക്സൈസ് ഓഫീസർക്ക് വീടുകൾ സെർച്ച് ചെയ്യാനുള്ള അധികാരം, അതൊന്ന് ഓർത്ത് വെക്കട്ടെ. സെക്ഷൻ 31 ക്ലിയർ അല്ലേ? ഇനി നമ്മൾ അടുത്ത് നോക്കാനായിട്ട് പോകുന്നത് ഡ്രൈ ഡേയ്സിനെ കുറിച്ചിട്ടാണ് കേട്ടോ. ഡ്രൈ ഡേയ്സ് അല്ലേ. അപ്പൊ എന്താണ് ഡ്രൈ ഡേയ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെ, എല്ലാവർക്കും അറിയുന്ന കാര്യമായിരിക്കും അല്ലേ. ഡ്രൈ ഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മദ്യം കിട്ടാത്ത ദിവസങ്ങളിൽ ചില മാസങ്ങളിൽ നമുക്ക് ചില ദിവസങ്ങൾ അല്ലെങ്കിൽ വർഷത്തിൽ ചില ദിവസങ്ങൾ എന്തെങ്കിലും കിട്ടില്ല അല്ലെ, മദ്യഷോപ്പുകളൊന്നും തുറന്നു കാണാറില്ല അല്ലെ. ആ ദിവസങ്ങളാണ് ഡ്രൈ ഡേയ്സ് എന്ന് പറയുന്നത് അല്ലെ. ഏതാണല്ലേ? ചില പ്രത്യേക ദിവസങ്ങളിൽ മദ്യവിൽപ്പനയ്ക്ക് നിരോധനം ഏർപ്പെടുത്തിയിട്ടുള്ളതും ആ ദിവസങ്ങളിൽ മദ്യശാലകൾ നിർബന്ധമായും അടച്ചിടേണ്ടതുമാണ് ആ ഡ്രൈ ഡേയ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ആ ഒരു ഡേയ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, പ്രധാനമായിട്ടും പറഞ്ഞിരിക്കുന്ന ഡേയ്സ് അല്ലെ, ഈ ദിവസങ്ങളിൽ എന്തുണ്ടാവില്ല? മദ്യശാലകൾ ഓപ്പൺ ആവില്ല. അപ്പൊ അത് ഏതൊക്കെയാ ദിവസം എന്ന് ഓർത്ത് വെക്കുക. ഒന്ന്, ഗാന്ധി ജയന്തി. ഓക്കെ, നമ്മുടെ പ്രധാന നേതാവ് രാഷ്ട്രപിതാവായ ഗാന്ധിയുടെ ജനനവും അതുപോലെ ഗാന്ധിയുടെ മരണവുമായി ബന്ധപ്പെട്ട 2 ഡേറ്റുകളാണ് ഉള്ളത് അല്ലെ. ഗാന്ധി ജയന്തി ഒക്ടോബർ 2 അറിയാം, അത് എല്ലാവർക്കും അറിയും അല്ലെ. പക്ഷെ ചില ആൾക്കാർക്ക് ഗാന്ധിയുടെ രക്തസാക്ഷി ദിനം എന്ന് പറയുന്നത് ജനുവരി 30 ചിലർക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും. പല എക്സാമിനും എന്താണ്, ചിലപ്പോൾ ജനുവരി 30 മാത്രമേ കൊടുക്കുള്ളൂ അല്ലെ, ഡ്രൈ ഡേ ആയിട്ട്. അപ്പൊ ചിലപ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ആവും ജനുവരി 30 ദിവസത്തിന്റെ പ്രത്യേകത എന്താന്ന്. അപ്പൊ അറിയാത്തവരുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അതും കൂടി ഓർത്ത് വെക്കുക. ജനുവരി 30 എന്താ, രക്തസാക്ഷി ദിനം അല്ലെ, മഹാത്മാഗാന്ധിജിയുടെ. അപ്പൊ ഗാന്ധിജിയുമായി ബന്ധപ്പെട്ട 2 ഡേറ്റിലും എന്തുണ്ടാവില്ല? മദ്യഷോപ്പുകളിലെ മദ്യവുമായി ബന്ധപ്പെട്ടുള്ള വിൽപ്പനകൾ അങ്ങനത്തെ കാര്യങ്ങളൊന്നും നടക്കില്ല. ഓക്കെ, ഏതൊക്കെ ഡേറ്റ്? ഒക്ടോബർ 2 ജനുവരി 30, ഗാന്ധി ജയന്തിയും അതുപോലെ ഗാന്ധി രക്തസാക്ഷി ദിനവും. ക്ലിയർ അല്ലേ? ഇതുപോലത്തെ രണ്ടാമതൊരു വ്യക്തിയാണ് നമ്മുടെ ശ്രീനാരായണ ഗുരു എന്ന് പറയുന്നത് അല്ലെ. നവോത്ഥാനത്തിന്റെ നേതാവായിട്ടുള്ള ശ്രീനാരായണ ഗുരുവിന്റെ ജയന്തിയും അതുപോലെ സമാധി ദിനത്തിനും എന്തുണ്ടാവില്ല? മദ്യഷോപ്പുകൾ ഉണ്ടാവില്ല കേട്ടോ. അപ്പൊ ആ പ്രധാനമായിട്ട് 2 വ്യക്തികളുടെ ദിവസങ്ങളിലാണ് മദ്യഷോപ്പുകൾ ഉണ്ടാവാത്തത്. ഏതൊക്കെയാണ്? ഗാന്ധി ജയന്തിയും അതുപോലെ ഗാന്ധിയുടെ സമാധി ദിനവും അതുപോലെ ശ്രീനാരായണ ഗുരു ജയന്തിയും ശ്രീനാരായണ ഗുരു സമാധിയും. ഓക്കെ, ഇനി പിന്നെ അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട 2 ഡേറ്റുകളാണ്. ഒന്ന് തിരഞ്ഞെടുപ്പ് ദിനത്തിലെ പോളിംഗിന്റെ ദിവസം ആ പോളിംഗ് അവസാനിക്കുന്നതിന്
പിന്നോട്ട് 48 മണിക്കൂറിനുള്ളിൽ 48 മണിക്കൂറും വിൽപ്പനശാലകൾ അടച്ചിടണം അല്ലേ. അതായത് ഇപ്പൊ ഇന്നാണ് നമുക്ക് പോളിംഗ് നടക്കുന്നത് വിചാരിക്കാം അല്ലെ. പോളിംഗ് 5 മണി വരെ ഉണ്ടായിരിക്കും. അപ്പൊ നമ്മൾ അല്ലെ തലേ ദിവസം, അതായത് 2 ദിവസം മുന്നേ, ഓക്കെ, 48 മണിക്കൂർ എന്ന് പറഞ്ഞാൽ 2 ദിവസം മുന്നേ അല്ലെ. ഇന്നതിന്റെ 2 ദിവസം പിന്നോട്ട് എന്ത് ചെയ്യാൻ പാടില്ല, 2 ദിവസവും മദ്യശാലകൾ അടച്ചിടേണ്ടതാണ്. ഓക്കെ, അപ്പൊ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പോളിംഗ് ഡേറ്റ് അല്ലെ, പോളിംഗ് ഡേറ്റിന്റെ 2 ദിവസം പിന്നോട്ട് മദ്യശാല ഓപ്പൺ ആവില്ല. ഓക്കെ, ഈ രണ്ടാമത്തെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വോട്ടെണ്ണൽ ദിവസം അല്ലെ, വോട്ടെണ്ണൽ ദിവസം ഫുൾ ഡേ അന്ന് മദ്യവിൽപ്പനശാലകൾ ഉണ്ടായിരിക്കില്ല അല്ലെ. അപ്പൊ നമ്മുടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഏറ്റവും കൂടുതൽ സംഘർഷം ഉണ്ടാവാനുള്ള ദിവസങ്ങളാണ് അല്ലെ പോളിംഗ് ഡേയും അതുപോലെ വോട്ടെണ്ണൽ ഡേയും. അപ്പൊ ആ 2 ദിവസവും എന്ത് ചെയ്യും, മദ്യവിൽപ്പനശാലകൾ അടച്ചിടും. അതിൽ പോളിംഗ് ഡേന്റെ 2 ദിവസം മുന്നേയും അടച്ചിടാൻ തുടങ്ങണം. ഓക്കെ, അത് ഓർത്ത് വെച്ചേക്കട്ടെ. 48 മണിക്കൂർ എന്ത് ചെയ്യണം, അടച്ചിടണം. അടുത്തത് അല്ലെ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ അല്ലെ, എല്ലാ മാസം 1-ാം തീയതി എന്തുണ്ടാവില്ല അല്ലെ, എന്തുണ്ടാവില്ല, മദ്യഷോപ്പുകൾ ഉണ്ടാവില്ല അല്ലെ. ഇവിടെ അല്ലെ മദ്യത്തിന്റെ ഷോപ്പുകളാണ്, അതായത് ബാർ ഷോപ്പുകൾക്ക് മാത്രമാണ് ഈ ഒരു ഡേ വരുന്നുള്ളൂ. അതായത് കള്ള് ഷോപ്പുകൾ എന്താ ചെയ്യുന്നുണ്ട്, ഇംഗ്ലീഷ് മാസം 1-ാം തീയതി ഓപ്പൺ ആണ്. ഓക്കെ, മറ്റുള്ള മദ്യവിൽപ്പനശാലകളാണ് 1-ാം തീയതി ഓപ്പൺ ആവാത്തത്. ഓക്കെ, അത് മനസ്സിലാക്കട്ടെ. കള്ള് ഷോപ്പുകൾ 1-ാം തീയതിയും തുറക്കും. പിന്നെ അടുത്തൊരു ഡേ ആണ് ദുഃഖവെള്ളി എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ് ദുഃഖവെള്ളി? അന്നും എന്താണ്, മദ്യവിൽപ്പനശാലകളൊന്നും ഉണ്ടാവില്ല. അതുപോലെ തന്നെ വേറൊരു പ്രധാന ഡേ ആണ് അന്താരാഷ്ട്ര മയക്കുമരുന്ന് ലഹരി വിരുദ്ധ ദിനം അല്ലെ. UN ആചരിക്കുന്ന ഒരു പുതിയ ഡേ ആണ് അന്താരാഷ്ട്ര മയക്കുമരുന്ന് ലഹരി വിരുദ്ധ ദിനം. ഈ ഡേ ഒന്ന് ഓർത്ത് വെച്ചേക്കാം. എന്നാണ്? ജൂൺ 26 കേട്ടോ. ജൂൺ 26 ആണ് അന്താരാഷ്ട്ര മയക്കുമരുന്ന് ലഹരി വിരുദ്ധ ദിനം എന്ന് പറയുന്നത്. അന്ന് നമ്മുടെ മദ്യശാലകളൊന്നും ഉണ്ടാവില്ല. അപ്പൊ ഇത്രയും പ്രധാനപ്പെട്ട 9 ഡേയ്സ് നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. ഷുവർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവാൻ സാധ്യത 100% ഉറപ്പിക്കാവുന്ന ഒരു മേഖലയാണ് ഈ ഒരു ഡ്രൈ ഡേയ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഏതൊക്കെയാണ് അല്ലേ, നമ്മൾ പറഞ്ഞു 2 പ്രധാന ആൾക്കാർ ആരൊക്കെ, നമ്മുടെ ഗാന്ധിയും അതുപോലെ ശ്രീനാരായണ ഗുരു അല്ലെ, അവരുടെ ജനനവും മരണവും അല്ലെ, അങ്ങനെ 4 ഡേയ്സ് കിട്ടും. ഇപ്പൊ ഗാന്ധി ജയന്തി ഒക്ടോബർ 2-ഉം അതുപോലെ ഗാന്ധിജിയുടെ രക്തസാക്ഷി ദിനം എന്നാണ് ജനുവരി 30-ഉം. പിന്നെ ശ്രീനാരായണ ഗുരു ജയന്തിയും അതുപോലെ ശ്രീനാരായണ ഗുരു സമാധിയും. പിന്നെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പോളിംഗിന് 48 മണിക്കൂർ മുന്നേ അടച്ചിടണം. അതുപോലെ വോട്ടെണ്ണൽ ദിവസവും. പിന്നെന്താണ് അല്ലെ, എല്ലാ മാസവും 1-ാം തീയതി അന്നും എന്തുണ്ടാവില്ല, ബാറുകൾ ഉണ്ടാവില്ല. പിന്നെന്താണ്, ദുഃഖവെള്ളിയും അതുപോലെ അന്താരാഷ്ട്ര മയക്കുമരുന്ന് ലഹരി വിരുദ്ധ ദിനം അല്ലെ, ജൂൺ 26-നും എന്തുണ്ടാവില്ല, മദ്യശാലകൾ ഉണ്ടാവില്ല. ഓക്കെ, ക്ലിയർ അല്ലേ? എല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ ക്ലാസ് ഇത്ര മതി. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യുക, നന്നായിട്ട് പഠിക്കുക, എടുക്കുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു പോകട്ടെ. അപ്പോൾ ഓരോ ദിവസം കഴിയുന്നതോറും എന്ത് ചെയ്യും, ലോഡ് കൂടിക്കൊണ്ടുവരും. അപ്പൊ എന്ത് ചെയ്യുക, അതിനനുസരിച്ച് നിങ്ങളും തയ്യാറായിരിക്കുക. എടുക്കുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു പോകട്ടോ. അടുത്ത ക്ലാസ്സിലേക്ക് വരുമ്പോൾ ഇത്രയും എടുത്ത കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ചിട്ട് തന്നെ വരണം കേട്ടോ. നമ്മൾ എന്തായാലും റിവിഷനായിട്ട് നടത്തും. എന്നിരുന്നാലും നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള റിവിഷൻ കൃത്യമായിട്ട് നടത്തിക്കോളൂ കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് നാളെ ഉണ്ടാവില്ല, അടുത്ത ക്ലാസ് ആയിരിക്കും, ബുധനാഴ്ച ആയിരിക്കും അടുത്ത ക്ലാസ്. അടുത്ത ക്ലാസ്സിൽ നമ്മൾ NTPS ആക്ട് ഔട്ടാണ് എടുക്കുക. അപ്പം എല്ലാവരും ഇത്രയും എടുത്ത കാര്യങ്ങൾ പഠിച്ചു വരും കേട്ടോ. അപ്പോൾ ഓക്കെ, താങ്ക് യു.